വയനാട് ടൗൺഷിപ്പിനായി കണ്ടെത്തിയ എസ്റ്റേറ്റ് ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. 2013 ലാൻഡ് എക്സിഷൻ നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ എസ്റ്റേറ്റുകൾ തടസ്സം നിൽക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. വിധി പ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് പദ്ധതിക്കായി ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ ഉത്തരവിറക്കിയത്. ഹാരിസൺ മലയാളം, എൽസ്റ്റൺ എന്നീ എസ്റ്റേറ്റുകളുടെ ഭൂമികളാണ് സർക്കാർ ഏറ്റെടുക്കാനിരുന്നത്. ഇത് ചോദ്യം ചെയ്ത് എസ്റ്റേറ്റ് ഉടമകൾ സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ദുരന്ത നിവാരണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ ഉത്തരവ് കോടതി ശരിവെച്ചു. പകരം 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് എസ്റ്റേറ്റ് ഉടമകൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ എസ്റ്റേറ്റ് ഉടമകൾ തടസ്സം നിൽക്കരുതെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. കോടതി വിധിക്ക് പിന്നാലെ സർക്കാരിന് വേഗത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാം. സർക്കാർ ഇക്കാര്യത്തിൽ എടുത്ത നിലപാടുകൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കോടതി വിധിയാണ്. കോടതി വിധി വന്നാൽ ഈ രണ്ട് എസ്റ്റേറ്റുകളിലും നടപ്പിലാക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകം സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു. ഭൂമി ഏറ്റെടുക്കുമ്പോൾ സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് നിയമപരമായി നീങ്ങാമെന്നും കോടതി വ്യക്തമാക്കി. മീഡിയ 1 കൊച്ചി.